ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ മസ്ജിദിന്റെ സംഭാവന, ഈ മനോഹരമായ മസ്ജിദ് നമ്മുടെ നാട്ടിൽ എത്തിച്ചു തന്ന അതിന്റെ ഉദാരമതിയായ മനുഷ്യൻ, അവർക്കുള്ള ഉപഹാരം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. الخان يعطي السيد رشيد علي شهاب تنغل هديتنا التي صنعت في نموذج بناء المسجد للضيوف الكرام. أدعو ضيوفنا الكرام لقبول هذه الهدية. تفضل مشكور. മറ്റൊന്ന്, പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞ മുഖവും തെളിഞ്ഞ വ്യക്തിത്വവുമായി ഈ മഹലിന്റെ പ്രസിഡന്റും ഈ ഗ്രാമത്തിന്റെ എല്ലാ പുരോഗതികൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന, ഈ മഹലിൽ തല ഉയർത്തി നിൽക്കുന്ന 3 മസ്ജിദുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ, മഹല്ല് നിവാസികളുടെ പ്രായഭേദമന്യേ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നതിന് നേതൃത്വം വഹിക്കുന്ന ജനാബ് ഇക്ബാൽ സാഹിബിന് കോയിപ്ര GCC KMCയുടെ ഉപഹാരം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. അത് നൽകുന്നതിനു വേണ്ടി ആദരണീയരായ തങ്ങൾ അവരുകളെയും സ്വീകരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ ഇക്ബാൽ സാഹിബിനെയും സാദരം ക്ഷണിക്കുന്നു. പാതിമറഞ്ഞൊരു വഴിത്താരയിൽ ഒരു വിളക്കായി വന്ന് അറിവിന്റെ ലോകങ്ങൾ തുറന്നു തന്നു. കോയിപ്രയുടെ മണ്ണിൽ 30 വർഷക്കാലം ഈ മഹലിൽ സേവനം ചെയ്യുകയും ഈ പുതിയ പള്ളിയിൽ ഇമാമായി ചുമതലയേൽക്കുകയും ചെയ്യുന്ന വന്യരായ അബ്ദുറഹ്മാൻ ഉസ്താദ് അവർക്ക് ജമാഅത്ത് കമ്മിറ്റി നൽകുന്ന ഉപഹാരം തങ്ങൾ അവർ വേദിയിൽ വെച്ച് നൽകുന്നു. അത് നൽകുന്നതിന് വേണ്ടി ആദരണീയരായ തങ്ങൾ അവരുകളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ ഉസ്താദ് അവർ സാദരം ക്ഷണിക്കുന്നു. ഈ പള്ളി നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നിരന്തരം നമ്മോട് ഉദാര മനസ്കത കാട്ടിയ ബഹുമാന്യനായ സി അബ്ദുറഹ്മാൻ സാഹിബ് അബ്ദുൽ നാസർ സാഹിബ് കാര്യപ്പള്ളി, അദ്ദേഹത്തിനുള്ള ഉപഹാരം തങ്ങൾ അവരുകൾ കൈമാറുന്നു. നൽകുന്നതിന് വേണ്ടി തങ്ങളെയും സ്വീകരിക്കുന്നതിന് വേണ്ടി നാസർ സാഹിബിനെയും സാദരം ക്ഷണിക്കുന്നു. പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി പള്ളിയുടെ പണിക്ക് മേൽനോട്ടം വഹിച്ച ചെറുക്കളയിലെ സിറ്റി പ്ലാനേഴ്സിനുള്ള ഉപഹാരം, അത് സ്വീകരിക്കുന്നതിന് വേണ്ടി പി അബ്ദുൽ മജീദ് സാഹിബിനെയും നൽകുന്നതിന് വേണ്ടി ആദരണീയരായ തങ്ങൾ അവരുകളെയും ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. ബിൽഡിംഗ് നിർമ്മാണം മനോഹരമായി പൂർത്തിയാക്കിയ ടി മുഹമ്മദ് സാലിക്കുള്ള ഉപഹാരം വേദിയിൽ വെച്ച് തങ്ങൾ അവരുകൾ വിതരണം ചെയ്യുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. തേപ്പ് നിർവഹിച്ച AP പ്രകാശൻ അവർക്ക് മഹല്ല് കമ്മിറ്റിയുടെ ഉപഹാരം, അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ പ്രകാശനെയും നൽകുന്നതിന് വേണ്ടി തങ്ങൾ അവരുകളെയും ബഹുമാന ആദരപുരസ്സരം ക്ഷണിക്കുന്നു. മനോഹരമായി പെയിന്റിംഗ് നിർമ്മാണം നടത്തിയ KE സയ്യിദിനുള്ള ഉപഹാരം, സിയാദിനുള്ള ഉപഹാരം വേദിയിൽ വെച്ചുകൊണ്ട് തങ്ങൾ അവരുകൾ നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വയറിംഗ് ആൻഡ് പ്ലംബിംഗ് ജോലി നിർവഹിച്ച PK ഉമർകുട്ടി അവർക്കുള്ള ഉപഹാരം വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. ഹിന്ദുവും മുസ്ലിമും ജൈനനും ക്രിസ്ത്യനും പാഴ്സിയും ഒരു മനോഹര മാല്യം പോലെ കോർത്തിണക്കിയ ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന് പുതിയ തലമുറക്ക് തെളിയിച്ചു കൊടുത്ത ആ പാരമ്പര്യത്തിലൂടെ വഴി നടത്താൻ നമുക്ക് ഈ പള്ളിയുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിന്ന ഈ പള്ളിയുടെ അയൽവക്കക്കാരി ശ്രീമതി ക്ലാരി ചേച്ചിക്കുള്ള സ്നേഹോപഹാരം വേദിയിൽ വെച്ചുകൊണ്ട് തങ്ങൾ അവർ വിതരണം ചെയ്യുന്നു. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീമതി ക്ലാരി ചേച്ചിയും നൽകുന്നതിന് വേണ്ടി തങ്ങൾ അവരുകളെയും സാദരം ക്ഷണിക്കുന്നു. തച്ചുശാസ്ത്രത്തിന്റെ പ്രൗഢിയോടുകൂടി ഈ പള്ളി മനോഹരമാക്കിയ
ആശാരിപ്പണി നിർവഹിച്ച എ പത്മനാഭൻ അവറുകൾക്കുള്ള ഉപഹാരം വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീ പത്മനാഭൻ അവറുകളെയും നൽകുന്നതിനു വേണ്ടി മതേതര കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ അംബാസഡർ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളെയും സാദരം ക്ഷണിക്കുന്നു. മിനാരത്തിന്റെ പണി നിർവഹിച്ച PP മുഹമ്മദ് അഷ്റഫ് എന്നിവർക്കുള്ള ഉപഹാരം. പതിനാലാമത് ഇസ്ലാമിക കലാമേളയുടെ ഭാഗമായി മാതമംഗലം റേഞ്ച് ജമഇയത്തുൽ മുഅല്ലിമീൻ നടത്തിയ റേഞ്ച് ഫെസ്റ്റിൽ കോയിപ്പുറയുടെ മുനീറുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഈ സന്തോഷ നിമിഷത്തിൽ അതിൽ നിർണായക പങ്കുവഹിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ബഹുമാനരായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ എത്തിച്ചേരുക. ആദിൽ മുനീർ എസ് ഗ്രൂപ്പ് സോങ് ഫസ്റ്റ്. അടുത്തത് മിർഷാദ് കെ ഗ്രൂപ്പ് സോങ് സബ് ജൂനിയർ ഫസ്റ്റ്. മുഹമ്മദ് അമാൻ ഹനീഫ് ഗ്രൂപ്പ് സോങ് സബ് ജൂനിയർ ഫസ്റ്റ്. മുഷ്ഫിഖ് എസ് ചിത്രരചന സബ് ജൂനിയർ സെക്കൻഡ്. ഉബൈദ് AP ഹിഫ്ല് ജൂനിയർ സെക്കൻഡ്. മുഹമ്മദ് സിനാൻ PK ചിത്രരചന ജൂനിയർ ഫസ്റ്റ്. മുഹമ്മദ് ഫവാസ് CK ഗ്രൂപ്പ് സോങ് ജൂനിയർ തേർഡ്. മുഹമ്മദ് നാസിഫ് SB ഗ്രൂപ്പ് സോങ് ജൂനിയർ തേർഡ്. മുഹമ്മദ് ഷിബിലി KP ബുർദ സീനിയർ ഫസ്റ്റ്. അർഫാൻ P ബുർദ സീനിയർ ഫസ്റ്റ്. ഉമറുൽ ഫാറൂഖ് ബുർദ സീനിയർ ഫസ്റ്റ്. സഫ്വാൻ S ബുർദ സീനിയർ ഫസ്റ്റ്. മുഹമ്മദ് ജമീൽ S ബുർദ സീനിയർ ഫസ്റ്റ്. മുഫാസ് PK ബുർദ സീനിയർ ഫസ്റ്റ്. മുഹമ്മദ് ഷാനിദ് MP ബുർദ സീനിയർ ഫസ്റ്റ്. മുഹമ്മദ് സാബിദ് PK പടപ്പാട്ട് സൂപ്പർ സീനിയർ ഫസ്റ്റ്. മുത്തലിബ് MP പടപ്പാട്ട് സൂപ്പർ സീനിയർ ഫസ്റ്റ്. മുഹമ്മദ് അഫ്നാൻ CH മലയാള പ്രബന്ധം സൂപ്പർ സീനിയർ സെക്കൻഡ്. അഫ്രാസ് P ഹിഫ്ദ് സൂപ്പർ സീനിയർ ഫസ്റ്റ്. ഈ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വന്ന് വേദിയിൽ വന്ന് തങ്ങളവറുകളിൽ നിന്നും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ വഴികളിലേക്ക് വഴി നടത്തുന്ന കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ നേർമുഖം എന്ന പുസ്തകം വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നു. അബ്ദുള്ള ഇബ്നു സീന രചിച്ച കേരളീയ മുസ്ലിം ചരിത്രത്തിന്റെ നേർമുഖം എന്ന പുസ്തകം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ ജനാബ് മഹ്മൂദ് അള്ളാംകുളം സാഹിബിന് കൈമാറി വേദിയിൽ പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനും ഏഷ്യയിലെ ഏറ്റവും വലിയ മതവിദ്യാഭ്യാസ ഏജൻസിയായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വിളിപ്പേരേറ്റുവാങ്ങാൻ അർഹനായ ഷെയ്ഖുന PKP ഉസ്താദ് അവർ ഈ ചടങ്ങിനെ അഭിമുഖീകരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം സാദരം സവിനയം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദില്ലദീന ഇസ്തഫാ. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, എൻ്റെ പ്രവർത്തകൻ ഉമറുസ്ലിയാർ അവറുകളെ, ഈ സ്റ്റേജിലുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, വിശിഷ്യ നമുക്ക് യാതൊരു ഭാരവും ഇല്ലാതെ കണ്ട് ഒരു പള്ളി നിർമ്മിച്ചെന്ന അലി ഹുസൈൻ അൽ ഖന്നാം, ഡോക്ടർ ഖന്നാം അൽ ഖന്നാം, ഈ രണ്ട് ആളുകളാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പള്ളിയുടെ ഒരു പ്രാധാന്യം നമുക്കില്ല. നമ്മൾ നിസ്കരിച്ചോളാം, ഇബാദത്തെടുത്തോളാം. ഇത് മുഴുവനും അറബി കൊണ്ടുപോയി ഓരോക്കെ മഫാസ് കത്താട്ട അരീതിയുള്ളത്. ഒരു പള്ളിയിൽ ഒരു കാടപ്പക്ഷി ഇരിക്കേണ്ട എങ്കിലും നമ്മൾ ഉണ്ടാക്കണമെന്നാ. എല്ലാ അറബികളെ തന്നെ കാത്തു നിന്നാലേ നമുക്കൊന്നുമില്ല. നിസ്കരിച്ചു പോയാൽ നിസ്കാരത്തിൻ്റെ കൂലി കിട്ടൂ. കൂലി കൊണ്ടുപോകുന്നല്ല അറബികളാ. നാട്ട് അല്ലാഹു തആല അവരുടെ മഹതായ പദവി കൊണ്ട് ഈ രണ്ടുപേരുടെയും നല്ല ഉദ്ദേശം അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ എന്ന് ഞാൻ ദ്വാരക്കുന്നു.
അദ്ദേഹത്തിന് അവരുടെ കുടുംബത്തിനുള്ള അല്ലാഹു നിയമത്തും ബറക്കത്തും ചെയ്യുമാറാട്ടെ. ഇനി നമ്മളെ ബാധ്യത ആ പള്ളി പരിപാലിക്കല. ഇന്നമായ അമറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. അല്ലാഹു തആലയിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ പള്ളി പരിപാലിക്കാനാവുകയുള്ളൂ. പള്ളി ഒരാൾ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കുക, അല്ല പള്ളിക്ക് വേണ്ട സഹായം ചെയ്യുക, പള്ളി വൃത്തിയാക്കുക, പള്ളിയിൽ ദർസ് നടത്തുക, പള്ളി ദിക്ർ നടത്തുക. ഇതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നിർവഹിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് 7 മണിക്ക് ഒരു പരിപാടി കൂടി ഞാൻ ഏറ്റുപോയത് കൊണ്ട് എനിക്ക് അവിടെ എത്തണം. ഞാൻ നേരത്തെ പുറപ്പെട്ടതാണ്, വഴിക്ക് വേറെ പ്രശ്നം കൊണ്ട് താമസിച്ചു പോയതാണ്. എനിക്ക് ഈ അവസരം എൻ്റെ സ്ത്രീകളോട് 2 വാക്ക് പറയാനുണ്ട്. എൻ്റെ പ്രിയമുള്ള സ്ത്രീകളെ, നിങ്ങളാണ് മദ്രസയിലുള്ള കുട്ടികളെ കൃത്യമായി അയക്കേണ്ടത്. മദ്രസ സംബന്ധിച്ച് പറഞ്ഞാൽ വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ എല്ലാ നിലക്കുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പക്ഷേ മദ്രസ പുരോഗമിക്കുന്നില്ല, കുട്ടികൾക്ക് അറിവ് കിട്ടുന്നില്ല എന്നുള്ള പരാതി സാധാരണയാണ്. ഇതിൻ്റെ പ്രധാന ഘടകം നമ്മളെ സ്ത്രീകളാണ്. രാവിലെ അവരെ നേരത്തെ എഴുന്നേറ്റ് അവർക്ക് ചായ കൊടുത്ത് മദ്രസയിലേക്ക് അയക്കണം. ഒരൊറ്റ ദിവസവും നിങ്ങൾ അവരെ ലീവാക്കാൻ പാടില്ല. കാരണം പഴയ കാലഘട്ടം പോലെയല്ല. പഴയ കാലഘട്ടത്തിൽ ഒരു കുട്ടി മദ്രസയിൽ വന്നിട്ടില്ലെങ്കിൽ പിറ്റേന്ന് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും. എടാ നീ ഇന്നലെ വന്നിട്ടില്ലല്ലേ, ഇന്ന് അവർക്ക് പഠിപ്പിക്കാൻ പാടില്ല, അതാ സിലബസ്. ഇന്നലെ കുട്ടി വന്നിട്ടില്ലെങ്കിൽ അത് പോയി, പിന്നെ ആ കുട്ടിക്ക് അതില്ല. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ അതിനു വേണ്ടി ബഹുമാനപ്പെട്ട കമ്മിറ്റിയോട് ഒരു നിർദ്ദേശം ശ്രദ്ധിക്കണം, കമ്മിറ്റി ശ്രദ്ധിക്കണം. ഞാനത് പല സ്ഥലത്ത് നടപ്പിലെടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള കമ്മിറ്റികളെ, നിങ്ങൾ കഠിനമായ അധ്വാനിക്ക് എന്ത് വേണം? മാസം അവസാനം ഒന്ന് മദ്രസയിൽ പോവുക. മദ്രസയുടെ ചതുരോട് ഏതെല്ലാം കുട്ടികളാണ് മദ്രസയിൽ വരാത്തതെന്ന് എഴുതി വാങ്ങുക. എന്നിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ നിങ്ങളൊന്ന് ഒറ്റ പ്രാവശ്യം പോയാൽ മതി. എന്നാൽ പിന്നെ നന്നായിട്ട് അത് ഞാൻ പല സ്ഥലത്തും പ്രായോഗികമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബഹുമാനപ്പെട്ട കമ്മിറ്റി മാസാവസാനം മദ്രസയിൽ പോയി ഓരോ ക്ലാസ്സിൽ കുട്ടികൾ ഏത് കുട്ടികളുടെ ഹാജർ കുറവ് ആ കുട്ടികളെ വീട്ടിൽ നിങ്ങളൊന്ന് കയറി അവരോട് പറഞ്ഞാൽ മതി. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കുന്ന അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും പൊരുത്തപ്പെട്ട് അമലാക്കി തീർക്കട്ടെ. ഈ നാട് അല്ലാഹു തആല അന്തസ്സുള്ള നാടാക്കി തീർക്കട്ടെ. സൗഹാർദ്ദവും സ്നേഹവും ഇതര സമുദായങ്ങളുമായും സൗഹാർദ്ദത്തിൽ കൂടി പോകുന്ന ഒരു നാടാക്കി മാറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മരിക്കുന്നവരെ ദർസ് നടത്താനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. أيها الجمهور، وقد تشرفنا بقدوم الضيوف الكرام المبجلين من المملكة العربية السعودية، فضيلة الشيخ علي حسين الغنام وفضيلة الشيخ دكتور الغنام، دامت بركاتهم وزيدت معالمهم. مرحبا بكم ترحيبا حارا من سويداء قلوبنا. حفظكم الله ورعاكم. نحن أهالي قرية كويبرا نهنئكم أزكى التهاني والتبريكات لما قدمتم من سعي كبير. والله هذا وقد أحبتم دعوتنا بعد مقاطعة سفر طويل. تقبل الله منا ومنه وبارك الله. جزاكم الله أحسن الجزاء. أيها الجمهور، الآن يواجهكم ضيوفنا الكرام. أولا أدعو فضيلة الشيخ علي حسين الغنام فليتفضل مشكورا. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. قال تعالى: إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله العظيم. روى البخاري ومسلم في صحيحهما عن حديث عثمان بن عفان رضي الله عنه إن النبي صلى الله عليه وسلم قال: من بنى مسجدا لله بنى الله له في الجنة مثله. وروى الإمام أحمد في مسنده من حديث عائشة رضي الله عنها قالت: أمرنا رسول الله صلى الله عليه وسلم ببناء المسجد في الدور، وأمر بها أن تنظف وتطيب، كما أن عمارة المساجد وإقامتها وترميمها وتعاهدها وصيانتها يدخل في الصدقة الجارية ولو بالقليل. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: إن
مما يلحق المؤمن من عمله وحسناته بعد موته علما علمه ونشره وولدا صالحا تركه ومصحفا ورثه أو مسجدا بناه أو بيتا لابن السبيل بناه أو نهرا آجره أو صدقة أخرجها من ماله في صحته وحياته يلحقه من بعد موته. رواه ابن ماجه وحسنه الألباني. وفي هذه المناسبة المباركة وفي هذا اليوم البهيج في افتتاح بيت من بيوت الله مسجد عثمان بن عفان رضي الله عنه في هذا المكان المبارك، أسأل الله العلي العظيم أن يتقبل الله منا ومن يبارك لنا ويرزقنا إجابة الدعاء وإصلاح الأبناء وحسن الأداء وبركة العطاء. اللهم اكتب لنا في محوها الذنوب وستر العيوب ولين القلوب وتفريج الهموم وتيسير الأمور. اللهم اشفي مريضنا واهدي ضالنا وفرج همنا واعتق رقابنا من النار وارزقنا الفردوس الأعلى من الجنة وارحم موتانا وموتى المسلمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട നാട്ടുകാരെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഉസ്താദ് അവർകളെ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായ അലി ഹുസൈൻ അൽ ഖന്നാം, ഡോക്ടർ അൽ ഖന്നാം, മറ്റ് പണ്ഡിത ശ്രേഷ്ഠരെ, സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെ, നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിശിഷ്ടാതിഥി അലി ഹുസൈൻ അൽ ഖന്നാം അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. ആദ്യമായിട്ട് ഓതിയത് തന്നെ ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്വലാത്ത വഅത സകാ വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുന്നവർ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ 5 വക്ത് നിസ്കരിക്കുന്നവരും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവരും നോമ്പ് കൊടുക്കുന്നവരുമായ സച്ചരിതരായ ആൾക്കാർ മാത്രമാണ് അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലനവുമായിട്ട് മുന്നിട്ടിറങ്ങുക. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഗൽഭമായ ഒരു ഹദീസാണ്. നമുക്കറിയാം, നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മസ്ജിദ് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ സന്നദ്ധ സഹചാരിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുണ്ട്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവിന് വേണ്ടി ഈ ദുനിയാവിൽ ആരെങ്കിലും ഒരു പള്ളി എടുത്താൽ നാളെ അള്ളാഹു അവനിക്ക് സ്വർഗത്തിൽ ഒരു ഭവനം എടുക്കുമെന്നുള്ള ആ ഒരു ഹദീസും നിങ്ങളിലേക്ക് ഇട്ടുകൊണ്ടാണ് ആ സഹോദരൻ ഇവിടെ പ്രഭാഷണം നടത്തിയത്. അതുപോലെ തന്നെ ഈ പള്ളി നിർമ്മാണവും അതിന്റെ പരിപാലനവും ഒക്കെ ജാരിയായ സദഖയായി എന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്കും അതുപോലെ തന്നെ പിന്നീടുള്ള പാരത്രിക ജീവിതത്തിലും നമ്മുടെ ബർസഖിയായ ജീവിതത്തിലും ഒക്കെ നമുക്ക് വെളിച്ചമേകുന്ന ഒരു കാര്യമാണ് പള്ളി പരിപാലനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൽപ്രവർത്തനങ്ങളും ഒക്കെ. അതുപോലെ തന്നെ ഈ ഒരു കോയിപ്രയിലുള്ള പള്ളി ഉദ്ഘാടനത്തിന് വരാനും നിങ്ങളുമായി സംവദിക്കാനും കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി എന്നും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാനരായ ഉസ്താദുമാരെ, മറ്റ് വിശിഷ്ട അതിഥികൾ, Chief guest Mr. Ali Al Ghannam, my sponsor Saudi Arabia, and Dr. Ghannam Al Ghannam, Saudi Arabia, my friend. മറ്റ് സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാൻ ഇവിടെയില്ല. ഉസ്താദുമാരും എല്ലാം വേണ്ടുന്നത് പോലെ സംസാരിക്കുന്നതാണ്. ഏതായിരുന്നാലും എൻ്റെയും സൗദിയിലെ എൻ്റെ മുതലാളിയുമായിട്ട് സംസാരിച്ച വകയിൽ കോയിപ്പുറ മഹലിന്റെ കീഴിൽ അല്ലാഹു സുബ്ഹാനഹു തആല 3ാമത് ഒരു പള്ളി നൽകിയിരിക്കുന്നു, അവന്റെ ഭവനം. എന്തായിരുന്നാലും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരുടെയും ആ പ്രവർത്തനം നല്ല സാലിയായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കുകയും അതിന്റെ പ്രതിഫലമായി അല്ലാഹു തആല നാളെ സ്വർഗത്തോപ്പിൽ എല്ലാവർക്കും, നമുക്കിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും
നല്ല ഒരു സ്വർഗ പൂങ്കാവനമായി നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ അല്ലാഹു തആല സാലിഹായ ഒരു അമലായി സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിഫലം നമുക്കെല്ലാവർക്കും തരികയും ചെയ്യുമാറാവട്ടെ. കൂടുതൽ പ്രസംഗിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഇവിടെ സമയം മഗ്‌രിബിന് മുമ്പ് തന്നെ എല്ലാവരുടെയും പരിപാടി തീർക്കേണ്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. എന്തായിരുന്നാലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഈ കോയിപ്പറ മഹലിലെ ഈ പരിസരവാസികൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട മൗലാന PP ഉമർ മുസ്ലിയാർ അവരുടെ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഇക്ബാൽ കോയിപ്പറ, അതുപോലെ തന്നെ സൗദിയിൽ നിന്നുള്ള വിശിഷ്ടാതിഥികളെ, മറ്റ് നേതാക്കളെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്നിവിടെ വളരെ മനോഹരമായ ഒരു മസ്ജിദിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ചിട്ടുള്ളത്. കോയിപ്പറ എന്ന പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മസ്ജിദ് വലിയൊരു അലങ്കാരമാണ്. അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ച, അതിനുവേണ്ടി സഹായിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. ഇവിടെ ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ സ്വർഗലോകത്ത് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് ഹദീസ്. അത്തരത്തിലുള്ള പ്രതിഫലം ലഭിക്കുന്ന കൂട്ടത്തിൽ ഇതിനെ സഹായിച്ചവർക്കും അതുപോലെ തന്നെ ഇതിനെ നിർമ്മിക്കുന്നതിനുള്ള സഹായം നൽകിയവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ